ദുബായ് വരെ പോയിട്ട് എങ്ങനെയാലേ ഒരു ഒത്തൻറ്റിക് മന്തി കഴിക്കാതെ പോരുന്നത്. അപ്പോൾ ഇന്ന് ദുബായിലെ മന്തി കഴിക്കാനാണ് നമ്മൾ പോകുന്നത്. ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തുള്ള ഓപ്പോസിറ്റായിട്ട് വരുന്ന സംസം റെസ്റ്റോറൻ്റാണ് ഇത്. നമ്മുടെ വയറൊക്കെ അത്യാവശ്യം ഫില്ലാണ്, എന്നാലും മന്തി കഴിക്കാൻ പ്ലാനിട്ട സ്ഥിതിക്ക് അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഒരു ചിക്കൻ മന്തിയും പിന്നെ ചിക്കൻ മധൂതും പിന്നെ ഒരു മട്ടൻ മന്തിയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ആദ്യം തന്നെ നമുക്കിങ്ങനെ സാലഡൊക്കെ കൊണ്ടുതരും അവർ. അത് കഴിയുമ്പോഴേക്കും ഒരു സൂപ്പും കൂടി തരും. സൂപ്പിന് കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്തോ ഒരു മാഗി നൂഡിൽസിൻ്റെ സൂപ്പ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ കാണുന്ന കുറച്ച് ഡിപ്സും തരും, മുളക് ചമ്മന്തിയും ഡേറ്റ്സിൻ്റെ ഒരു പിക്കിളും പിന്നെ ആ ടൊമാറ്റോ നമുക്കിവിടെയൊക്കെ കിട്ടില്ല, ആ ടൊമാറ്റോൻ്റെ ഒരു സോസും കൂടെ തരും. ആ ഡേറ്റ്സിൻ്റെ പിക്കിൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഡെസേർട്ടൊക്കെ കഴിക്കുന്നവരൊരു ഹൽവ കഴിക്കുന്ന പോലെയൊക്കെ കഴിക്കാൻ പറ്റും, അത്ര നല്ല ടേസ്റ്റായിരുന്നു ആ പിക്കിളിന്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മന്തി വന്നു. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു കേട്ടോ, ഗോപുരം പോലത്തേക്ക് ഒരു പാത്രത്തിൽ. ഇതാണ് ചിക്കൻ മധൂത്, അത് മട്ടൻ മന്തി, പിന്നെ നമ്മുടെ ചിക്കൻ മന്തി. ഇതിൽ ഒരു ഗീയുടെ, നമ്മുടെ നാട്ടിലുള്ള ഗീയുടെ മണമൊക്കെ വന്നായിരുന്നു. പിന്നെ അതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്തിട്ടിട്ടുണ്ടായി, സവാളയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മുടെ നാട്ടിലുള്ള മന്തിയിൽ അങ്ങനെ കാണാറില്ലല്ലോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു പോർഷൻ മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാർ ചിക്കൻ മന്തി. സ്റ്റാർ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചിക്കൻ മന്തിയാണ്. ഏകദേശം നമ്മുടെ നാട്ടിൽ സിമിലറായിട്ട് ടേസ്റ്റ് വന്നത് അത് മാത്രമാണ്. ബാക്കിയും കുഴപ്പമില്ല, എല്ലാം ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. മട്ടൻ്റെ മീറ്റൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. മട്ടൺ മാത്രമല്ല, എല്ലാത്തിൻ്റെയും ചിക്കൻ്റെയും എല്ലാം മീറ്റ് സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, ദുബായിലെ മന്തിക്ക് മയണൈസ് ഇല്ലടോ. മയണൈസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ കഴിക്കാനാ? പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ചിക്കന് വേണ്ടിയുള്ള ഒരു പിടിവലിക്ക് ശേഷം നമ്മൾ ആ മട്ടൻ മന്തിയും ചിക്കൻ മന്തിയും ഫുള്ള് കഴിച്ച് തീർത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് അവർ ഇതിൻ്റെ കൂടെ ഒരു ഡെസേർട്ട് കൂടി തരുവേ, ഒരു അറബിക് ഡെസേർട്ട്. നമ്മുടെ നാട്ടിൽ ഉണ്ണിയപ്പം പോലെ ഇരിക്കും, പക്ഷേ ഇവിടുത്തെ ലുക്കൈമാത്ത് അതാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഒരു ഷുഗർ സിറപ്പിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടാണ് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സുലൈമാനിയും കൂടി തരും. ആ ഡെസേർട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചൂടാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് വന്ന ബില്ല് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.